എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുകയും എന്നെ കാണുകയും ചെയ്യുന്നുണ്ടോ? ലൈവ് ആക്റ്റീവ് ആയോ എന്നൊന്ന് അറിയാനാണ്. ആളുകൾ ലൈവിൽ വന്നാൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു ഹായ് പറയണേ. കൊണ്ടോട്ടിയിൽ ഒരു പെൺകുട്ടി, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ഒരു ഇര, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കേട്ട ഒരു ഇരയാണ് ഈ കുട്ടിയെന്ന് പറയേണ്ടി വരും. ഇനിയും അങ്ങനെ എത്രയോ പേരുടെ പേരുകൾ നമ്മൾ കേൾക്കാനിരിക്കുന്നു. അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. ഇന്നലെ ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ, നേരിട്ട് സഹോദരനല്ല, പക്ഷെ വകയിൽ അമ്മാവൻ എന്ന് പറയുന്ന ആൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. അതായത്, ഈ കുട്ടിയോട് സംസാരിച്ച സമയത്ത് ആ കുട്ടി അമ്മാവനോട് പറഞ്ഞ് കരഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത്, 19 വയസ്സിൽ ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ ഒരു പെണ്ണായില്ലേ എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകളുടെ പ്രായമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വാചകം എനിക്കിപ്പോൾ വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്നു. 19 വയസ്സിൽ ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ ഒരു പെണ്ണായില്ലേ. അപ്പോൾ ഈ പറഞ്ഞ വാചകത്തിലെ, ആ പെൺകുട്ടി പറഞ്ഞ് കരഞ്ഞ ഈ വാചകത്തിലെ 2 കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത്. 19 വയസ്സ്, ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണ്, ഈ 2 വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ഈ പറഞ്ഞ വാചകത്തിലെ 2 വാക്കുകൾ. ഈ 19 വയസ്സ് എന്ന് പറയുന്ന വയസ്സ്, ഇതിനാരൊക്കെയാണ് ഉത്തരവാദികൾ? ആ കുട്ടി BSc മാത്സിന് പഠിക്കുകയായിരുന്നു. പഠിക്കാൻ നല്ല മിടുക്കി കുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം പഠിത്തം മോശമായപ്പോഴാണ് എന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ വീട്ടുകാർക്ക് വരെ ഇത് മനസ്സിലായത്. ആ കുട്ടി പറയുന്നുണ്ടായിരുന്നില്ല വീട്ടുകാരോട് ഈ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഈ രീതിയിൽ പല അവഹേളനങ്ങളും, നിറത്തിന്റെ പേരിലും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പേരിലും, ഈ നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് കഴിഞ്ഞ് വെഡ്ഡിങ് കൂട്ടിക്കൊണ്ടുവരിക എന്നൊരു ചടങ്ങുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. നിക്കാഹ് ആണ് കഴിഞ്ഞിരിക്കുന്നത് ഈ 19ാമത്തെ വയസ്സിൽ. സോ ഈ 19 വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നമ്മൾ എന്തിനാണ് ഇത്ര, ആ കുട്ടി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണായില്ലേ. 19 വയസ്സ് എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പ്രായപൂർത്തി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പെൺമക്കളെ ഇത്തരത്തിൽ കെട്ടിച്ചു വിടാൻ 18 കഴിയാൻ നമ്മൾ കാത്തു നിൽക്കുകയാണോ? പ്രായപൂർത്തിയായ ഉടൻ തന്നെ പഠിക്കുന്ന അവരുടെ പഠിപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, അവർക്കൊരു സ്വന്തമായിട്ടൊരു ജോലിയോ വരുമാനമോ ഒന്നും ആവാതെ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിച്ച്, അതും ഇത്തരത്തിലുള്ള ആളുകളുടെ ഏതാ സ്വഭാവം പോലും, ഈ പറയുന്ന പോലെ നിറത്തിന്റെ പേരിലൊക്കെ ഒരു ആളെ കണ്ടിഷ്ടപ്പെട്ട് നിക്കാഹ് കഴിച്ച ഒരാളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ മാത്രമല്ല, അയാളുടെ ഫാമിലിയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ധൈര്യത്തിലും എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ, ഇത്ര കാലം 19 വർഷം നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പെൺകുട്ടിയെ എന്ത് ധൈര്യത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ്, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരാളെ വിശ്വസിച്ച്, നമുക്ക് ഒരു വിവരവുമില്ലാത്ത, നമുക്കൊന്നും അറിയാത്ത, എന്താണ് ഏതാണ് എന്ന് പോലും അറിയാത്ത ഒരാളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചത്, അവരുടെ ഫാമിലിയെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന വെറും 19 വയസ്സിലെ കുട്ടിയെ നിങ്ങൾ ഏൽപ്പിച്ചത്? അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പ്രായപൂർത്തിയാവാൻ കാത്തുനിന്ന്, നിയമത്തിനെ പേടിയുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനും നേരത്തെ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവരും നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഈ പറയുന്ന ഈ ചെറുക്കനെയോ അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരെയോ പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇതൊക്കെ ക്യാൻസറാണ്. അതായത് അവനവന്റെ ചിന്തയില്, മനസ്സിൽ ബാധിച്ച ക്യാൻസറുകളാണ് ഇതൊക്കെ. ഇങ്ങനെ നിറം അല്ലെങ്കിൽ ഭംഗി എന്നൊക്കെ പറയുന്ന ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഒരാളെ അവഹേളിക്കുക, അല്ലെങ്കിൽ ഒരു കല്യാണം തന്നെ വേണ്ട വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിൽ ബാധിച്ച കുഷ്ഠമാണ്. അങ്ങനെയുള്ള ആളുകളെ എന്ത് പറഞ്ഞ് നന്നാക്കാനാണ്? പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമ്മുടെ പെൺമക്കളെ സുരക്ഷിതരാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പൊ ഈ 19 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായം, അത് നമ്മളെ നോക്കി എന്താ പറയുക, കൺതുറിക്കുന്നുണ്ട് ആ ഒരു 19 വയസ്സ് എന്ന് പറയുന്ന സംഭവം. രണ്ടാമത്തേത്, ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണ്. അടുത്ത നമ്മുടെ ഇടയിലുള്ള ഒരു സ്റ്റിഗ്മയാണ് ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും, നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണ് രണ്ടാം കിടയാണ്. അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് അങ്ങനെ ഒരു ജീവിതത്തെ പേടിച്ചത്.
അവർ പറയുന്നു ആ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അച്ഛനമ്മമാരുടെ കാലിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞു എന്നെ ഒഴിവാക്കരുത്. അതെന്തുകൊണ്ടാണ്? അയാൾക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്ന് മനസ്സിലായി. നിങ്ങൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് അവഹേളിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്നുള്ളത് നമുക്ക് മാത്രമല്ല പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് താല്പര്യമില്ല, വീട്ടുകാർക്ക് താല്പര്യമില്ല, ഭർത്താവിനും താല്പര്യമില്ല. പിന്നെയും ആ കുട്ടി പോയി കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പേടിയാണ്. 19 വയസ്സിൽ ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ ഒരു പെണ്ണാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ കുട്ടിയുടെ യാതൊരു തെറ്റുമല്ല. ആ കുട്ടി എടുത്ത തീരുമാനമൊന്നുമല്ല, വീട്ടുകാര് നോക്കി കല്യാണം കഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ കുട്ടി ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു പദത്തിനെ നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോഴും പേടിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ സമൂഹം ആ പദത്തിനെ ഇന്നും ഒരു സംശയദൃഷ്ടിയോടുകൂടിയും അല്ലെങ്കിൽ ഒരു അകൽച്ചയോടുകൂടിയുമാണ് ഇന്നും ആ പദത്തിനെ നമ്മൾ കാണുന്നത്. സോ അതും മാറേണ്ടിയിരിക്കുന്നു. എല്ലാ വിവാഹങ്ങളും സത്യത്തിൽ ഞാൻ പറയുക, ആ പെൺകുട്ടി സത്യത്തിൽ ഇങ്ങനെ ഒരാള് ആണെന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് ആക്ച്വലി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക വേണ്ടിയിരുന്നത്. സത്യത്തില് അത് എന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ കുറ്റം കൊണ്ടോ എന്റെ വീട്ടുകാരുടെ കുറ്റം കൊണ്ടോ അല്ല. അയാൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അയാൾ നിങ്ങളെ കല്യാണം കഴിച്ചു എന്ന് തന്നെ വെക്കുക. എങ്ങനെയായിരിക്കും അയാൾ നിങ്ങളെ മുന്നോട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? പരസ്പര ബഹുമാനമില്ലാത്ത, നിങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ബഹുമാനമില്ലാത്ത, നിങ്ങളെ നിങ്ങളുടെ നിറത്തിന്റെ പേരിലും വേറെ പല കാര്യങ്ങളുടെ പേരിലും അധിക്ഷേപിക്കുന്ന ഒരാൾക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് മാത്രമല്ല, നിങ്ങളോട് ബഹുമാനമില്ല, അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോലുള്ള ബഹുമാനമില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയിട്ട് എന്ത് ജീവിതമാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ജീവിതം മുഴുവൻ നമ്മൾ നരകിക്കേണ്ടി വരില്ലേ സത്യത്തിൽ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അത് എത്രയും വേഗം തനി നിറം പുറത്തു കാട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ രക്ഷപ്പെടലായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കണക്കാക്കേണ്ടത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇയാളുടെയും ഇയാളുടെ വീട്ടുകാരുടെയും തനി നിറം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇനി വിവാഹം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും എല്ലാ വിവാഹങ്ങളും ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വിവാഹങ്ങളും ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ല. കുറെ കാലം മുമ്പേ ഈ ഡിവോഴ്സ് ഇല്ലാതിരുന്നത് ഇത് ഇങ്ങനെ ആയതുകൊണ്ടൊന്നും ആയിരുന്നില്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഇല്ലായിരുന്നു. മുഴുവനായിട്ട് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ആശ്രയിച്ചിട്ടുള്ള ജീവിതമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും എങ്ങനെയൊക്കെയോ അവർ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ അവരെ വളർത്തേണ്ടത്. ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി സ്വന്തം കാലിൽ നിൽക്കാനാണ് അവരെ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്ത് പ്രാപ്തരാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ അവരെ നോക്കി അധിക്ഷേപിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയാനുള്ള ചങ്കുറപ്പുണ്ടാവും. അപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് അത് വിവാഹം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിനോട് നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അറപ്പിന്റെ ആവശ്യമില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, അത്രയേ ഉള്ളൂ, അത്രയേ പാടൂ. ചില വിവാഹങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ചില വിവാഹങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് പിരിയുക. അതിന്റെ അർത്ഥം അത് ജീവിതത്തിന്റെ അവസാനമാണ് എന്നല്ല. എത്രയോ വിവാഹമോചിതർ അതിനുശേഷം നല്ല രീതിയിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നു. വേറെ പുനർവിവാഹം കഴിക്കുന്ന എത്രയോ പേരുണ്ട്, അതിനുശേഷം നന്നായി ജീവിക്കുന്നവരുണ്ട്. ഇതൊരു പസില് പോലെയാണ്. എല്ലാവർക്കും എല്ലാ പസില് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ചിത്രത്തിന്റെ പല പല കഷ്ണങ്ങൾ വന്നാൽ നമ്മളിങ്ങനെ കൂട്ടി വെക്കാറില്ലേ? സോ ഒരു കഷ്ണത്തിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വേറൊരു കഷ്ണം ഉണ്ടാവും. അതെപ്പോഴും നമുക്ക് ആദ്യത്തെ ട്രയലിൽ തന്നെ കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ല. അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന 2 പേർക്ക് മാത്രമേ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂ. അതെല്ലാവർക്കും ഫസ്റ്റ് മാരേജിൽ തന്നെ കിട്ടിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അപ്പോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവനവന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നിമിഷം അവിടെ നിൽക്കരുത്. ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോരുക. തല ഉയർത്തിപ്പിടിച്ച് അവനവന്റെ ജീവിതം മുന്നോട്ട് ജീവിക്കുക. അവനവൻ എന്ന് എനിക്ക് പറ്റും എന്ന് തോന്നുന്ന ഒരാളെ കണ്ടെത്തുന്നു, അന്ന് ഒരു ജീവിതം വേണമെങ്കിൽ അപ്പോൾ ആലോചിക്കുക. അല്ലാതെ ഇത്തരത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ പെൺകുട്ടികളുടെ 18 വയസ്സ് കഴിഞ്ഞാലുള്ള അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. ഫസ്റ്റ് നിങ്ങളുടെ മക്കളുടെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ, അവരെ സ്വന്തം കാലിൽ നിർത്താൻ ഇമ്പോർട്ടൻസ് കൊടുക്കൂ, അവർക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കൂ. അവരെന്ന് വിവാഹത്തിന് തയ്യാറായി എന്ന്, മാനസികമായും ശാരീരികമായും തയ്യാറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അല്ലെങ്കിൽ അവർ പറയുന്നു, അപ്പൊ അവരുടെ വിവാഹത്തെ പറ്റി ചിന്തിക്കൂ. ഇനി അവർക്ക് ആ വിവാഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കൂ. എനിക്ക് എന്റെ പെൺകുട്ടികളോടും പറയാനുള്ളത്, വിവാഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും സാധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് തിരിച്ചു നടക്കുക. അതിന് അച്ഛനമ്മമാരുടെ സഹായം അഭ്യർത്ഥിക്കുക. അച്ഛനമ്മമാർ അവരെ വേണ്ട രീതിയിൽ സഹായിക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കിനോട്
ഉള്ള പേടി ആ പെൺകുട്ടിക്ക് അത് മാത്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയില്ലേ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരിയാവില്ലേ, ഇങ്ങനെയുള്ള നൂറ് പേടി ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ പെൺമക്കൾക്ക് ഇത്തരത്തിലുള്ള ഭയം കൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ദുരവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അതിനാദ്യമായി തന്നെ തീരുമാനിക്കേണ്ടത് ഓരോ അച്ഛനമ്മമാരുമാണ്, പെൺകുട്ടികളുള്ള ഓരോ അച്ഛനമ്മമാരുമാണ്. നിങ്ങളുടെ പെൺകുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കാനല്ല, നിങ്ങളുടെ കുഞ്ഞിന് പ്രായപൂർത്തിയായി നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക, വേണ്ട അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, ഒരു നല്ല ജോലി, അവൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ എത്തിപ്പെടാൻ സഹായിക്കുക. അതിനുശേഷം മാത്രം അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജീവിതത്തെപ്പറ്റി, വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുക കേട്ടോ. അപ്പോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മൾ എത്രയാണ് അത് പറയുന്നത്. പക്ഷെ ഇത് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷനാണ്, ആ നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോ അതിലേക്ക് അവരെ നയിച്ച പല കാര്യങ്ങൾ, അതിൽ ഞാൻ എന്താ പറയുന്നത്, അത് ഒരാളുടെ മാത്രം കുറ്റമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നമുക്ക് പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്, അവരുടെ വീട്ടുകാർക്ക് പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത് നമ്മൾ എല്ലാവരും തിരുത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കൂ. ഈ സാധാരണ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്ന പോലെ സാധാരണ, എന്താ ഈ സാധാരണ പെൺകുട്ടി? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സാധാരണ പെൺകുട്ടിയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. നോക്കൂ, പലരും വിചാരിക്കുന്നത്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പഠിത്തം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് സാധാരണ കാശില്ലാത്ത ആരുടെ വീട്ടിലും ഗവൺമെന്റ് കോളേജുകൾ ഉണ്ട് നമ്മുടെ നാട്ടില്. നന്നായി പഠിക്കുന്നവർക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഈ പറയുന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നതെന്നോ? എല്ലാവരും പൈസ കൊടുത്തിട്ടല്ല. നന്നായി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കാൻ പറ്റും. അതിന് ഡോക്ടറും എഞ്ചിനീയറും മാത്രം ആവണമെന്നൊന്നുമില്ല. നല്ലൊരു സ്റ്റിച്ചിങ്ങിന് നല്ല കഴിവുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിക്കൂടെ? മേക്കപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കൂടെ? ഹെയർ ഡ്രസ്സിങ് ചെയ്യാൻ കഴിയുള്ള ആൾക്ക് അത് ആയിക്കൂടെ? അപ്പോൾ ഇത് ഈ സാധാരണ പെൺകുട്ടികളെ, പാവപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ തരംതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കഴിവ് എല്ലാ പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ്. അതിൽ പൈസയുടെ രീതിയിലുള്ള തരംതിരിവിന്റെ ആവശ്യമൊന്നുമില്ല. പഠിപ്പിക്കാൻ, പ്രാഥമികമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവുള്ള അച്ഛനമ്മമാരാണ് ഇന്ന് നമുക്കിടയിലുള്ളവരൊക്കെ. ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് കോളേജുകളുണ്ട്, ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് പണത്തിന്റെ പേരിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ ജീവിതം ഇത്തരത്തിൽ തുലയ്ക്കാനുള്ളതാണോ? എന്താണ് അതിലൊക്കെ ഒരു അർത്ഥമുള്ളത്? അങ്ങനെയുള്ള ഒരു മുടന്ത ന്യായങ്ങളൊന്നും ആയിട്ട് വരല്ലേ. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ ജീവിതത്തിന് എന്താ ഒരു വിലയുമില്ലേ? അവരെ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണോ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ വിധി? ഒരിക്കലും അല്ല. കഴിവ് എന്ന് പറയുന്നത് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഒരുപോലെ കിട്ടിയിരിക്കുന്ന കാര്യമാണ്. പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇനി പഠിക്കാനല്ല കഴിവ് എന്നുണ്ടെങ്കിൽ വേറെ പല കൈത്തൊഴിലിനുള്ള കഴിവുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തുന്നാനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അവരെ വളരാൻ അനുവദിക്കുക, ആ രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. ഓക്കെ, പഠിച്ചിട്ട് തന്നെ ഏറ്റവും വലിയ മജിസ്ട്രേറ്റ് ആവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താണ് കഴിവ് എന്ന് മനസ്സിലാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ, 10 രൂപ സ്വന്തം സമ്പാദിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ റെലവെന്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അച്ഛനമ്മമാരിലേക്കും നമ്മുടെ പെൺമക്കളിലേക്കും എത്തിക്കുക. ബൈ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പൊ ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന നരാധമനോടും അല്ലെങ്കിൽ അതിന്റെ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ചില ആളുകൾ അങ്ങനെയാണ്, മനസ്സിന് കുഷ്ഠം ബാധിക്കുക എന്ന് പറഞ്ഞില്ലേ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇത് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഒരു വിധിയുടെ അവസാനമായിട്ട് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കാം. ആ പരാമർശം ഇതാണ്, ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നിറം, ഭംഗി, ചന്തം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരാളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കൺക്ലൂഷനാണ്. Before concluding, I am forced to say that body shaming is not acceptable in our society. Comments about the body of a person as too fat, too skinny, too short, too tall, too dark, too black, etc. should be avoided. Our bodies will change, our minds will change, our hearts will change. Everybody should be vigilant while making comments about others, whether they are men or women. I leave it there. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാളുടെ നിറം, ഉയരം,
അല്ലെങ്കിൽ തടി എന്നൊക്കെ പറഞ്ഞ് ഒരാളെ അപമാനിക്കാൻ വേറൊരാൾക്കും ഒരു തരത്തിലും അവകാശമില്ല. സോ ആണായാലും പെണ്ണായാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. സോ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ വച്ചു കുറിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെ തലയിൽ ആൾതാമസമുള്ള ആളുകളുടെ തലയിലേക്ക് കയറുമായിരിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള നരാധമന്മാര്, ഇയാളൊക്കെ ഏത് ദുബായിൽ പോയിട്ട് പണിയെടുത്തിട്ടും കാര്യമില്ല, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഇപ്പോഴും ഈ ചിന്തയുമായിട്ട് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതം ആ രീതിയിൽ തന്നെയായിരിക്കും. ആരുടെയെങ്കിലൊക്കെ തലയിലേക്ക് കുറച്ചെങ്കിലും വെളിച്ചം കയറുന്നുണ്ടെങ്കിൽ കയറട്ടെ, അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. ബൈ.